ഹായ് ഗൈസ്, വെൽക്കം ടു ഫിസിക്സ് മല്ലു. +2 സേ എക്സാം 2026 ജൂൺ അവസാന വീക്കിൽ നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ സേ എക്സാം 2017 മുതലുള്ള എല്ലാ സ്റ്റുഡൻസിനും എഴുതാൻ വേണ്ടി പറ്റുന്ന എക്സാമാണ്. അപ്പോൾ കുറേ പേർക്ക് ടച്ച് പോയി വിട്ടുപോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സേ എക്സാം പാസ്സാകാൻ വേണ്ടിയുള്ള കിഡിലനായിട്ടുള്ള 5 ട്രിക്സാണ് സാർ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഈ ട്രിക്സ് ആണ് ഉറപ്പായിട്ടും പാസ്സാകാൻ എന്ത് ചെയ്യും പറ്റും. അതായത് സേ എക്സാം എഴുതുന്നൊരു കുട്ടിക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും പാടില്ല എന്നുള്ളത് ഞാൻ ഓപ്പണായിട്ട് പറയാം, ഉള്ള കാര്യമുള്ള പോലെ പറയാണ്. അതായത് നമുക്ക് പാസ്സാവണം, ആ ഒരു മൈൻഡ് നമ്മുടെ മനസ്സിൽ പാടുള്ളൂ. അല്ലാതെ വലിയ എല്ലാം കൂടെ പഠിച്ച് അതിലേക്ക് എത്തണം എന്നുള്ളൊരു മൈൻഡ് എന്ത് ചെയ്യില്ല, നമുക്ക് വരാൻ വേണ്ടി പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് 5 ട്രിക്സ്? അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഫോക്കസ് ഓൺലി ഓൺ വീക്ക് സബ്ജക്റ്റ്. അതായത് നമുക്ക് ഏറ്റവും വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അത് മാത്രം എന്ത് ചെയ്യുക, ഒന്ന് നോക്കി പോയാൽ മതി. എല്ലാം കൂടെ നോക്കാതെ നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൽ എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നമുക്ക് ഫിസിക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 6 സബ്ജക്റ്റ്, ഒരു 6 ചാപ്റ്റേഴ്സ് എടുക്കുന്നു. 1 2 3 4 5 6. ഇതിൽ ഞാൻ പറയുന്നു ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് ആണ് ഞാൻ പറയുന്നത്. അതായത് ഓരോ ചാപ്റ്ററും ചോദിക്കാൻ ഇത്ര മാർക്കിനാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിന് 4 മാർക്കാണെന്ന് വെച്ചു, രണ്ടാമത്തെ ചാപ്റ്ററിന് 6 മാർക്ക്, മൂന്നാമത്തെ ചാപ്റ്ററിന് 7 മാർക്ക്, നാലാമത്തെ ചാപ്റ്ററിന് 9 മാർക്ക്, അഞ്ചാമത്തെ ചാപ്റ്റർ നമ്മൾ എത്രയും ഒരു 4 മാർക്ക്, ആറാമത്തെ ചാപ്റ്ററിന് എത്ര 5 മാർക്ക്. ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ ഓരോ ചാപ്റ്ററിനും വരുന്ന മാർക്കാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും, നാലാമത്തെ ചാപ്റ്ററിന് 9 മാർക്ക് ഉണ്ടല്ലോ, അത് നല്ല പോലെ നോക്കിയാൽ പോരെ. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യും, നല്ല ടഫായിരിക്കും. ഓക്കെ, കാരണം സാധാരണ വലിയ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ് ടഫ് കൂടുതലാവാനുള്ള ചാൻസ് ആണ്. അപ്പം നമുക്ക് ആ ഒരു മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പോൾ ഈ 6ഉം 4ഉം ഈ 4ഉം ഈ 5ഉം അത് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് നല്ല പോലെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുക എന്നുള്ളതിലുപരി നമുക്ക് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, നല്ല പോലെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാണ്. അതാണ് ഫോക്കസ് ഓൺ വീക്ക് സബ്ജക്ട്സ് എന്നുള്ളതിൽ ഞാൻ ഉദ്ദേശിച്ചുള്ളത്. രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ ഫോളോ പാസ്റ്റ് 5 ഇയർ PYQs. അതായത് അവസാനത്തെ 5 വർഷത്തെ സേയുടെ PYQs നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. 5 വർഷം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ഇയറെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നോക്കിയിരിക്കണം. അപ്പം അതിൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എളുപ്പമുള്ള ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ടാവുമല്ലോ, ആ ചാപ്റ്ററിന് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യനാണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, അത് പഠിക്കുക. അത് പഠിച്ചാൽ തന്നെ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു PYQ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. മൂന്നാമത്തെ കാര്യമാണ് യൂസ് ഷോർട്ട് നോട്ട്സ് ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അതായത് ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണ്, ആ ടോപ്പിക്ക് എന്നുള്ള ഇക്വേഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻസോ ഒക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് അറിയുന്നത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ആ ടോപ്പിക്ക് നിലയിൽ ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നോട്ട് ചെയ്ത് ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എഴുതി വെക്കുക. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, ആ ടോപ്പിക്ക് നമുക്ക് സെറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് എക്സാമിൻ്റെ തലേ ദിവസം എന്ത് ചെയ്താൽ മതി, ഒന്ന് നോക്കിയാൽ മതി. ഇനി നാലാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഫ്രം മലയാളം ഓർ ഇംഗ്ലീഷ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഇംഗ്ലീഷിലാണ് എക്സാം എഴുതാറുള്ളത്, ചില ആൾക്കാർ മലയാളത്തിൽ എഴുതുന്നു. അപ്പോൾ നമുക്കൊരു വിചാരമുണ്ട്, ഇപ്പം മലയാളത്തിൽ പഠിച്ചിട്ട് നമുക്ക് എക്സാം എഴുതുമ്പോൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ ഒരു വിചാരം നിങ്ങൾ ആദ്യം ഒഴിവാക്കുക. നിങ്ങൾ ഏത് ലാംഗ്വേജിൽ ഏത് മീഡിയത്തിലാണോ എക്സാം എഴുതുന്നത് ആ മീഡിയത്തിൽ തന്നെ പഠിച്ചു പോവുക. അല്ലാതെ എക്സാം ഹാളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരിക്കലും ഇത് കൃത്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഇനി ഏറ്റവും അവസാനത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് വേസ്റ്റ് ടൈം ഓൺ ടഫ് ക്വസ്റ്റ്യൻസ്. ഒരിക്കലും നിങ്ങൾക്ക് ആകെ കുറഞ്ഞ സമയമാണ് പഠിക്കാനുള്ളത്. ഒരു മാസമാണ് റിസൾട്ട് വന്നിട്ട്, ഒരു മാസമില്ല, ഒരു 25 ദിവസമാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. അപ്പം ആ സമയത്ത് ടഫ് ക്വസ്റ്റ്യൻ മേൽ സമയം ചിലവഴിച്ചിരുന്നാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞത് ടൈം ലോസ് ആണ്. അത് നമുക്കറിയാം, നമ്മളൊരു ക്വസ്റ്റ്യനിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും തപ്പി, എല്ലാ യൂട്യൂബിലും തപ്പി, ആ യൂട്യൂബിൽ തപ്പുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത റീല് കാണുന്നു, അങ്ങോട്ട് പോകുന്നു. പിന്നെ നമ്മൾ എപ്പോഴാണ് തിരിച്ച് വരിക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ ടൈം ലോസിന് മെയിൻ റീസൺ ആണെന്ത്, ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്, ഈ ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് വെച്ചാൽ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം എന്നൊന്നുമില്ല, ഒരു ഉറപ്പില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഈസിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക,
കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ചെയ്തിരിക്കേണ്ടത് എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ. ടഫ് ക്വസ്റ്റ്യൻ ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ഈസിയൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി ടഫിലേക്ക് പോകാം, നോ ഇഷ്യൂസ്. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നിങ്ങളത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എൻ്റെ പൊന്നുമക്കൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പോൾ ഈ വരുന്ന സേ എക്സാം നമുക്ക്, അതായത് നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇപ്പോൾ ഒരു 20 ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വല്ല കോളേജുകളിലേക്ക് പോകാൻ ഒരുങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. നമുക്കും ആഗ്രഹം ഉണ്ടാവും അവിടെ പോയി പഠിക്കണം എന്നുള്ളത്. ആ ആഗ്രഹത്തോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ഇത് വെച്ച് നമ്മൾ നിർത്തരുത്. അതായത് ഒരു +2 നമുക്ക് എന്തെങ്കിലും വന്നു വിചാരിച്ച് നമ്മൾ നിർത്തരുത്, മുന്നോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പോവുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സേ, അതായത് +2 ഫിസിക്സ് സേ ചെയ്തവരൊക്കെ എന്ത് ചെയ്യുക, അതിലേക്ക് മാക്സിമം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ. അതേപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വരുന്ന എക്സാം ഉഷാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്.